ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ് NMS. സോ NMSന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ്സിംഗ് ക്യാരക്ടർ. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു ടോപ്പിക് വരുന്നത് നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും. ആ പിക്ചറിൽ പല ഭാഗത്തായിട്ട് കുറച്ച് നമ്പേഴ്സോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്പേസോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള ലോജിക് ഉപയോഗിച്ചിട്ട് ഇവിടെ എന്താണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പിക്ചേഴ്സ് തരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ആദ്യം ഒരു ട്രയാങ്കിൾ തന്നു, പിന്നെ ഒരു ട്രയാങ്കിൾ തന്നു, പിന്നെ ഒരു ട്രയാങ്കിൾ തന്നു. ട്രയാങ്കിളിന്റെ ഇവിടെയും നമ്പേഴ്സ് ഉണ്ടാവും, സെൻട്രൽ ഒരു നമ്പർ ഉണ്ടാവും. ഇവിടെയും നമ്പർ ഉണ്ട്, സെൻട്രൽ ഒരു നമ്പർ ഉണ്ട്. ഇവിടെയും നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെൻട്രലുള്ള നമ്പറോട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും, കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ രണ്ട് ട്രയാങ്കിൾസിന്റെ ആ റിലേഷൻ നോക്കിയിട്ട് അത് മൂന്നാമത്തതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതിനൊരു ചെറിയ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവിടെ കിട്ടും. സോ നോക്കുക, എക്സാമ്പിൾ അവിടെ ഫസ്റ്റത്തെ ഒരു ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത് നോക്കുക. 10 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 5 ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേൽ 3 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്. ഫസ്റ്റത്തെ സെന്ററിൽ 95 ആണ്, സെക്കൻഡത്തെ സെന്ററിൽ 36 ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡില് ഈ മുകളിൽ വരുന്ന നമ്പർ ഏതാന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ, അതായത് ഈ മൂന്ന് നമ്പേഴ്സ് എങ്ങനെയാണ് 95ലേക്ക് എത്തിയത് എന്നുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കണ്ടെത്തണം. അപ്പൊ ഇവിടെ ജസ്റ്റ് നോക്കുക, ഇവിടെ 10ഉം 5ഉം 3 അല്ലേ. ആദ്യം 10 into 5 ചെയ്യുക. 10 into 5 നമുക്ക് 50 ആണ് വരുന്നത്. ഇനി അടുത്തത് 5 into 3 നമുക്ക് 15 ആണ് വരുന്നത്. ഇനി 3 into 10 നമുക്ക് 30 ആണ് വരുന്നത്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 50 + 15 + 30 നമുക്ക് 95 വരും. ആ 95 അല്ലേ ഇവിടെ മിഡിൽ ടേം ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു രൂപത്തിലാണ് അവിടെ റിലേഷൻ വരുന്നത്. ആ ഒരു സെയിം കാര്യം രണ്ടാമത്തേതിലും അപ്ലിക്കബിൾ ആണോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ തന്നെയാണോ വരുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം 6 into 3 ചെയ്യാം, നമുക്ക് 18 വന്നു. നെക്സ്റ്റ് 3 into 2 ചെയ്യാം, നമുക്ക് 6 വന്നു. നെക്സ്റ്റ് 2 into 6 ചെയ്യാം, 12 വന്നു. അപ്പൊ മൂന്നും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വന്നു? 18 + 6 24 ആണ്. 24 + 12 36 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നമ്പറിനെ നമുക്കൊരു എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെയുള്ള നമ്പറിനെ നമുക്കൊരു എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ആദ്യം തന്നെ x into 4 ചെയ്തു, ദാറ്റ് മീൻസ് 4x ആണ്. ഓക്കെ, 4x ആണ്. നെക്സ്റ്റ് 4 into 8 32 ആണ്. നെക്സ്റ്റ് 8 into x 8x ആണ്. അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടണം? നമുക്ക് 68 കിട്ടണം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 4x + 8x 12x ആണ്, 12x ആണ്. 12xലേക്ക് 32 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 68 കിട്ടണം. പ്ലസ് 32 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -32 ആവും. 12x = 68 - 32, അതായത് 12x = 36 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x = 36 ഡിവൈഡഡ് ബൈ 12 = 3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ അവിടെ ആ നമ്പർ വരുന്ന ഏതായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? 3 ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ 3 into 4 12 ആണ്. 3 into 8 നമുക്ക് 24 ആണ്. അതുപോലെ തന്നെ 4 into 8 32 ആണ്. അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എത്ര കിട്ടും? അവിടെ 68 കിട്ടും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ടൈപ്പിലോട്ട് പോവാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ മെയിൻലി ഒരു കോളം അല്ലെങ്കിൽ ഒരു മെട്രിക്സ് പോലെയാണ് കൊടുത്തിട്ടുണ്ടാവും, ഒരു ടേബിൾ പോലെ. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടേബിൾ അറേഞ്ച്മെന്റ് മാത്രം നോക്കിയിട്ട്, അവിടെ ഡിഫറെന്റ് ഫിഗേഴ്സ് ഉണ്ടാവില്ല, ഒരു സിംഗിൾ ഫിഗർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ അറേഞ്ച്മെന്റ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസറിലോട്ട് എത്തണം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇവിടെ തന്നെ മെയിൻ ഒരു പ്രശ്നം വരിക, നമുക്ക് രണ്ട് രീതിയിൽ ഇതിന്റെ ലോജിക്സ് വർക്ക് ആവും. അതായത് ഈ റോ ഓപ്പറേഷനും വരും, അതുപോലെ തന്നെ നമുക്ക് കോളം ഓപ്പറേഷനും വരും. അപ്പൊ ഇവിടെ ഒരു സ്പെസിഫിക് കേസിൽ നമുക്ക് റോ ഓപ്പറേഷൻ ആണോ അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അതായത് ഈ നമ്പർ വെച്ചിട്ട് ഇതാണ് വരുന്നത്, ഈ രണ്ട് നമ്പർ വെച്ചിട്ട് ഇവിടേക്കാണ് വരുന്നത്, ഈ രണ്ട് നമ്പർ വെച്ചിട്ട് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, അങ്ങനെയാണോ ലോജിക്ക്? അല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പർ വെച്ചിട്ട് താഴേക്കാണോ, ഈ രണ്ട് നമ്പർ വെച്ചിട്ട് താഴേക്കാണോ, ഈ രണ്ട് നമ്പർ വെച്ചിട്ട് താഴേക്കാണോ, അങ്ങനെ എങ്ങനെയാണ് ലോജിക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് പല ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും കൃത്യമായിട്ട് മനസ്സിലാകാറില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പോ ചെറിയൊരു ഹാക്ക് ഞാൻ അതിന് പറയാം. ബട്ട് ഇത് എല്ലാ ക്വസ്റ്റ്യൻസിലും വർക്ക് ആവില്ല. ബട്ട് 90% ഓഫ് ദി ക്വസ്റ്റ്യൻസിലും എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു എൻഡ് ഭാഗം നോക്കുക, അതുപോലെ തന്നെ ഈ ഒരു എൻഡ് ഭാഗം നോക്കുക. ഓക്കെ, ഇവിടെ എവിടെയാണ് ബിഗ്ഗർ നമ്പേഴ്സ് ഉള്ളത് നോക്കാം. ഓക്കെ, ഇവിടെയാണോ? ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യൻസിലും ഇത് വർക്ക് ആവില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസിലും വർക്ക് ആവും. ഇവിടെയാണോ ബിഗ്ഗർ നമ്പേഴ്സ് ഉള്ളത് നോക്കാം. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു മെട്രിക്സിൽ ഇവിടെയാണ് നമുക്ക് ബിഗ്ഗർ നമ്പേഴ്സ് കാണാൻ പറ്റുന്നത്. 23 ആണെങ്കിലും 14 ആണെങ്കിലും 26 ആണെങ്കിലും. അപ്പൊ ഇവിടെ ബിഗ്ഗർ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും ഓപ്പറേഷൻ വരിക. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് ഇതിലോട്ടെത്തി,
ഈ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു ഇവിടേക്ക് എത്തി, ഈ രണ്ട് നമ്പേഴ്സ് വെച്ച് ഇവിടേക്ക് എത്തി. ആ രീതിയിലായിരിക്കും ആ റിലേഷൻ വരുന്നുണ്ടായിരിക്കാം. സോ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, 7 + 16 അല്ലെ, 7 + 16 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 23 വരുന്നത്. വെരി സിമ്പിൾ. നെക്സ്റ്റ് 4 + 10 ആണ്, 4 + 10 ആണ് നമുക്ക് 14 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 18നോട് കൂടി ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് 26 വരും. ഏത് നമ്പറാ? 18 ആണ്. സോ നമ്മുടെ ആൻസർ 18 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ രണ്ട് ടൈപ്പ് നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പിക്ചർ കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് 5 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, ഉള്ളിലായിട്ട് 25 വരുന്നുണ്ട്, 5 ഉണ്ട്, 6ന്റെ ഉള്ളിലായിട്ട് 61 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ടുള്ള നമ്പർ നമുക്കറിയില്ല, അതാണ് കണ്ടെത്താനുള്ളത്. സോ ഇവിടെ ജസ്റ്റ് നോക്കാം. ഇവിടെ ഫസ്റ്റത്തെ ഈ ഒരു 1ഉം 2ഉം 5ഉം നോക്കാം. 1ഉം 2ഉം അതുപോലെ തന്നെ 5ഉം നോക്കാം. ഇവിടെ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. ഈ 1 + 4 അല്ലേ 5 എന്ന് പറയുന്നത്. ഓക്കെ, 1 + 4 ആണ് നമുക്ക് 5 വരുന്നത്. ഇനി 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 16 + 9 ആണ് നമുക്ക് 25 വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി 6ന്റെ സ്ക്വയർ 36 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര വരുന്നത്? 61 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 7ന്റെ സ്ക്വയർ നോക്കുക, 49 ആണ്, 7ന്റെ സ്ക്വയർ 49 ആണ്, 8ന്റെ സ്ക്വയർ 64 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വന്നു? 113 വന്നു. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള നമ്പർ എന്തായിരിക്കും? 113 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ റിലേഷൻ നമുക്ക് ഈസിലി ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പിക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമ്മള് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ പുറത്തുള്ള രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് ഉള്ളിലുള്ള നമ്പർ വരുന്നു. ആ രൂപത്തിലാണ് നമുക്ക് ആ ഒരു റിലേഷൻ എന്ത് ചെയ്യുന്നത് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയാലോ? നോക്കാം. ആദ്യം നമുക്ക് പുറത്തുള്ള ആ ഒരു ലെറ്റേഴ്സ് നോക്കാം. A, E, I, O, U. ഇതൊക്കെ എന്താണ്? വവൽസ് ആണ്. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. A, E, I, O, U. അങ്ങനെയാണെങ്കിൽ പിന്നെയും എ വന്നു. അപ്പൊ അടുത്തത് എന്താവും? ഒബ്വിയസ്ലി ഇ വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇ വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഇ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലുള്ള ആ ഒരു നമ്പേഴ്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം 7 വന്നു, 3 വന്നു, പിന്നെ 64 വന്നു. ഓക്കെ, 8 വന്നു, 2 വന്നു, 216 വന്നു, 8 വന്നു, 11 വന്നു. അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഇനി 5 വന്നു, 4 വന്നു, 1 വന്നു. സോ ഇവിടെ സ്ക്വയേഴ്സും ക്യൂബ്സും അറിയുന്നവന്, അല്ലെങ്കിൽ ക്രിസ്പായിട്ട് അറിയുന്നവന് കാര്യം കത്തേണ്ടതാണ്. ഇപ്പോൾ നോക്കുക, 64 ആയിക്കോട്ടെ, 216 ആയിക്കോട്ടെ, 1 ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. അപ്പൊ 64 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബാണ്. എത്രന്റെ ക്യൂബാണ്? 4ന്റെ ക്യൂബാണ്. അപ്പൊ എങ്ങനെയാണ് ആ 4ന്റെ ക്യൂബ് വന്നത്? ഈ 7 - 3 ചെയ്യടാ. 7 - 3 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ആ 4ന്റെ ക്യൂബാണ് 64 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 7 - 3 4 ആണ്. ആ 4ന്റെ ക്യൂബാണ് നമുക്ക് 64 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ നോക്കുക, 8 - 2 ആണ് അല്ലെ? 8 - 2 ആണ് നമുക്ക് എന്ത് വരിക? 6 വരുന്നുണ്ടായിരിക്കുക. ആ 6ന്റെ ക്യൂബാണ് 216. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കുക, ഇവിടെ മുകളിൽ നോക്കുക, ജസ്റ്റ് 5 - 4 ആണ് 1 എന്ന് പറയുന്നത്. 1ന്റെ ക്യൂബാണ് 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? ഇത് ജസ്റ്റ് നോക്കുക, 11 - 8 3 ആണ്. 3ന്റെ ക്യൂബ് 27 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 3ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 × 3 × 3 27 ആയിരിക്കും റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ സ്ക്വയേഴ്സും ക്യൂബ്സും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യാണ് വിചാരിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഇത് ചെയ്യാം. 15 17 അതിൽ നിന്ന് 64 വന്നു, പിന്നെ 23 17 80 എത്തി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക് ഈ ബാക്കിയുള്ളതും കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ആദ്യം 15ഉം അതുപോലെ തന്നെ 17ഉം കൺസിഡർ ചെയ്യാണ്. അതിൽ നിന്ന് നമ്മൾ 64 എത്തി. എടാ 15 + 17 എത്രയാ? 32 ആണ് അല്ലെ? ഈ 32 × 2 ആണ് അല്ലെ? 32 × 2 ആണ് നമുക്ക് 64 വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ നമുക്ക് നോക്കാം 23 17 ഇതേ റിലേഷൻ അവിടെ ആപ്ലിക്കബിൾ ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ? ജസ്റ്റ് നോക്കാം, 23 + 17 എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ് അല്ലെ? ആ 40 × 2 ആണ് നമുക്ക് എത്ര വരുന്നുണ്ടായിരിക്കുക? 80 വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളതിലേക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ജസ്റ്റ് കാര്യം ഒന്ന് അപ്ലൈ ചെയ്യുക.
നോക്കുക 8 + 5 എന്ന് പറയുന്നത് 13 അപ്പൊ 13 × 2 = 26 നമുക്ക് എന്ത് ചെയ്യും അവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. നോക്കുക, ഇവിടെ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. അപ്പൊ മൂന്നാമത്തത് എന്ത് ചെയ്യാം, ഈ രണ്ടെണ്ണത്തിന്റെ റിലേഷൻ ബേസ് ചെയ്തിട്ട് മൂന്നാമത്തതിലോട്ട് എത്താം. അപ്പൊ നമുക്ക് നടുവിൽ 72 ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു 4 നമ്പേഴ്സ് ബേസ് ചെയ്തിട്ട്, ഈ 4 നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് 72ലോട്ട് എത്തുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അവിടെ മനസ്സിലാക്കണം. ജസ്റ്റ് നോക്കാം, ഫസ്റ്റ് നമ്പർ 4 ആണ്. 4 × 2 × 3 × 3. 4 × 2 8 ആണ്. 3 × 3 9 ആണ്. അപ്പൊ 8 × 9 ആണ് നമുക്ക് 72 വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഒരു ഫിഗർ നോക്കാം, ഇതാണ് നമുക്ക് വരുന്നത്. സോ വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതേ ഒരു ലോജിക്ക് തന്നെ അവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 9 × 4 × 10 × 2. അപ്പൊ 9 × 4 36 ആണ്. 10 × 2 20 ആണ്. 36 × 2 72 ആണ്. ബട്ട് ഒരു 0 കൂടി ഉണ്ട്. ആ 0 കൂടി എന്ത് ചെയ്യുക, അവിടെ ഇട്ട് കൊടുക്കാം. സോ അതായിരിക്കും നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താനുള്ള സമയമാണ്. നോക്കാം, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ അവിടെ ആദ്യം ചെയ്യാം 6 × 20 × 6 × 1. ഓക്കെ, 6 × 20 120 ആണ്. ഇൻറ്റു 6 × 1 6 ആണ്. സോ 6 × 120 എന്ന് പറയുന്നത് 720 ആണ്. ഓക്കെ, അപ്പൊ അവിടെയും നമുക്ക് ആൻസർ 720 ആണ് വരുന്നത്. അപ്പൊ ചില ബിരുദന്മാർ ഇവിടെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് ഇവിടെ 72 അല്ല വന്നത്, അപ്പൊ ഇവിടെ 720. അപ്പൊ അടുത്തത് 7200 ചെയ്തു. ഓക്കെ, അങ്ങനൊന്നും എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യരുത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ വെറുതെ വെച്ചതല്ലല്ലോ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ലോജിക്ക് എന്താണെന്നുള്ള കൃത്യമായിട്ട് നോക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ നമ്പേഴ്സിന് വേറെ എന്തെങ്കിലും പാറ്റേണോടെ ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ ഈ ഒരു കേസിൽ അങ്ങനെ ഒരു പാറ്റേണോടെ ഫോം ചെയ്യുന്നില്ല. ആ ഒരു നമ്പേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് സെൻട്രലുള്ള നമ്പർ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻലി നിങ്ങളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്, അവിടെ മെയിൻ ആയിട്ട് ഒരു ടീമായിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഒരു മിഡിൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് മിഡിൽ നമ്പറിലോട്ട് എത്തുക, അതിന്റെ ഒരു ഐഡിയ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആണല്ലോ. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഇവിടെയും നമ്മളൊരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ 3 3 6 4 അതാണ് നമുക്ക് അവിടെ വരുന്നത് പുറത്തായിട്ട്. ജസ്റ്റ് നോക്കാം. യെസ്, ഇപ്പോൾ 63 നമുക്ക് ഉള്ളിൽ വരുന്നുണ്ട്. ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 6, ഇവിടെ 3. എടാ, ഈ 3 + 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 + 4 7 ആണ്. അതുപോലെ തന്നെ ഈ 3 + 6 എത്രയാ? 3 + 6 എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, അപ്പൊ 7 × 9 നമുക്ക് എത്ര വന്നു? 63 വന്നു. മിഡിലുള്ള ഒരു ടേം ആയിട്ട് വന്നു. ഇനി അതേപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. 4 + 2 6 ആണ്. ഇൻറ്റു 6 + 5 11 ആണ്. അപ്പൊ 6 × 11 നമുക്ക് എത്ര വന്നു? 66 വന്നു. അത് തന്നെയാണല്ലോ അവിടെ മിഡിലുള്ള നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് പോവാം. 7 + 5 എത്രയാടാ? 12 ആണ്. ഇൻറ്റു 6 + 3 9 ആണ്. ഇപ്പൊ 12 × 9 എത്ര വരാ? 12 × 10 എന്ന് പറഞ്ഞാൽ 120 ആണ്. 120ൽ നിന്ന് ഒരു 12 കുറക്കാം. ദാറ്റ് മീൻസ് 108 ആണ്. 108 ആണ് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം എന്ത് ചെയ്യുക, അവിടെ വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ? അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ, ലെറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ലെറ്റേഴ്സ് ബേസ് ചെയ്ത ഈ ഒരു സംഭവത്തെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്പേഴ്സിലോട്ട് മാറ്റാണ്. എന്ത് ബേസിസിലാണ് ഞാൻ മാറ്റുന്നത്? നമുക്കറിയാം ലെറ്ററിന്റെ പൊസിഷൻ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെറ്ററിന്റെ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി 4ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ 4 എന്ന് കൊടുക്കാം. എം 13ാമത്തെ ലെറ്റർ ആണ്. 13 കൊടുക്കാം. വി 22ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, എഫ് 6ാമത്തെ ലെറ്റർ ആണ്. പി 16ാമത്തെ ലെറ്റർ ആണ്. ഇസഡ് 26ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, എച്ച് 8ാമത്തെ ലെറ്റർ ആണ്. എസ് 19ാമത്തെ ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ലെറ്റർ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഇവിടെ ലോജിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. 4ൽ നിന്ന് 6ലേക്ക് പോയി +2, 6ൽ നിന്ന് 8ലോട്ട് പോയി വീണ്ടും +2. ഓക്കെ, ഇനി 13ൽ നിന്ന് 16ലോട്ട് പോയി +3, 16ൽ നിന്ന് 19ലോട്ട് പോയി വീണ്ടും +3. ഓക്കെ, 22ൽ നിന്ന് 26ലോട്ട് പോയി +4. അങ്ങനെയാണെങ്കിൽ അടുത്തവും +4 ആവൂലേ? അപ്പോൾ 26 കഴിഞ്ഞ് ഇനി അടുത്തൊരു ലെറ്റർ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, എയിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. A B C D. അപ്പൊ D ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. D ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 92 70 48 64 53 42 52 45 അടുത്തൊരു ടേം നമുക്ക് എന്തില്ല,
അവിടെ ഇല്ല. സോ ഇവിടെ എന്താണ് ആൻസർ വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുന്നുണ്ട്. 92, 70, 48. ഓക്കെ, 92-ൽ നിന്ന് 70-ലോട്ട് വരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാവുന്നത്? 22 കുറയാണ് അല്ലേ? -22. 92 - 22 വരുമ്പോഴാണ് നമുക്ക് 70 കിട്ടുക. ആ 70-ൽ നിന്ന് വീണ്ടും ഒരു 22 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 48 കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 64, 53, അതുപോലെ തന്നെ 42. അപ്പൊ ജസ്റ്റ് നോക്കുക, 64-ൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 53 കിട്ടുക? 11 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ? 11. അതായത് 53 + 11 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 64 കിട്ടും. അതുപോലെ തന്നെ 53-ൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 42-ലേക്ക് എത്തുക? അവിടെയും 11 ആണ്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ കൃത്യമായിട്ടൊരു പാറ്റേൺ വരുന്നുണ്ട്. ഇവിടെ എന്താണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെയും സബ്ട്രാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് എന്താണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് രണ്ടാമതും സബ്ട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ റോ നമുക്ക് കൺസിഡർ ചെയ്യാം. 52, 45, അടുത്തൊരു ടേം ഏതാന്നുള്ളതാണ്. ഇപ്പൊ 52-ൽ നിന്ന് 45-ലോട്ട് വരുന്ന സമയത്ത് -7 ആണ് അല്ലേ? അതായത് 45 + 7 ആണ് നമുക്ക് 52 വരിക. അങ്ങനെയാണെങ്കിൽ 45 എന്ത് ചെയ്യുക? വീണ്ടും ഒരു 7 കുറക്കുക. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? 38 ആയിട്ട് വരും. ഓക്കെ, 38 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. 8, 3, 9, പിന്നെ റൈറ്റ് സൈഡിൽ ഒരു S ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് 15 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. 15 മിഡിൽ വന്നു. എസിന്റെ പകരം എസിന്റെ വാല്യൂ എത്ര? 19 ആണ്. 19th ലെറ്റർ ആണ് എസ് എന്ന് പറയുന്നത്. ഇവിടെ 8 വന്നു, ഇവിടെ 9 വന്നു, ഇവിടെ 3 വന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കുക, 8 × 9 എന്ന് പറഞ്ഞാൽ എത്ര? 8 × 9 72 ആണ്. മൈനസ് 19 × 3 എന്ന് പറഞ്ഞാൽ എത്ര? 19 × 3 20 × 3 എന്ന് പറഞ്ഞാൽ 60 ആണ്. അതിൽ നിന്നൊരു 3 കുറക്കുക. ഓക്കെ, 57 ആണ്. അപ്പോ 72 - 57 ദാറ്റ് മീൻസ് എത്രയാണ്? 15 ആണ്. ആ 15 ആണ് നമുക്ക് മിഡിൽ ടേം കിട്ടുന്നത്. സെയിം ലോജിക്ക് രണ്ടാമത്തേതിലും അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം മൂന്നാമത്തേതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? റീറൈറ്റ് ചെയ്യാം. 18, ഇവിടെ ഡിന്റെ പകരം എത്ര എഴുതേണ്ടി? 4 ആണ് എഴുതേണ്ടത്, 4 ആണ് എഴുതേണ്ടത്. ഇവിടെ 14 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ 6 വന്നു. ഓക്കെ, അപ്പൊ 14 × 3 എത്രയാ? 42 ആണ്. മൈനസ് 6 × 4 24 ആണ്. ഓക്കെ, അപ്പൊ 42 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 ആണ്. അത് തന്നെയാണ് നമുക്ക് കറക്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? മിഡിലായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നോക്കാം. നമുക്ക് ആൻസർ കണ്ടെത്താം. കെ എന്ന് പറയുന്നത് 11ാമത്തെ ലെറ്റർ ആണ്. ഇവിടെ 5 വന്നു, ഇവിടെ 6 വന്നു. ഇവിടെ ഏതാണ് നമ്പർ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ 5 × 6 30 ആണ്. ഓക്കെ, 30-ൽ നിന്ന് ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടണം. 30-ൽ നിന്ന് ഏത് നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുക? 22 മൈനസ് ചെയ്യുമ്പോഴാണ്. ആണല്ലോ, 22 മൈനസ് ചെയ്യുമ്പോഴാണ്. എടാ, 22-നെ മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ഏതോ ഒരു ടേം അതിന് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് 22 കിട്ടുക? ദാറ്റ് മീൻസ് ഇവിടെ 2 ആയിരിക്കും. 2 × 11 അല്ലേ 22? ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 2 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നിങ്ങളുടെ എക്സാമിന് മുമ്പ് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടൈപ്പ് 1 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 4, 9, അതിന്റെ താഴെയായിട്ട് 6 വന്നിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ലോജിക്ക് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, 4 × 9 എന്ന് പറഞ്ഞാൽ 36 അല്ലേ? ഈ 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ, 6ന്റെ സ്ക്വയർ ആണ് 36. ഓക്കെ, ഇനി രണ്ടാമത്തത് 9 × 16. ഓക്കെ, 10 × 16 എന്ന് പറഞ്ഞാൽ എത്ര? 160 ആണ്. അതിൽ നിന്നൊരു 16 കുറക്കുക. ദാറ്റ് മീൻസ് 144 ആണ്. എടാ, ഈ 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ അല്ലേ? 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 16-നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 400 കിട്ടണം. കാരണം എന്താ? ഈ 20യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. അപ്പോൾ 16-നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 400 കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും? 25 ആയിരിക്കും അല്ലേ? അപ്പോൾ ആൻസർ 25. ഓക്കെ, അത് കാണാൻ വേണ്ടി ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി? 400 / 16 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 400-ൽ എത്ര 4 ഉണ്ട്? 100 ആണ്. ഇവിടെ എത്ര 4 ഉണ്ട്? 4 ആണ്. 100 / 4 നമുക്ക് 25 കിട്ടി. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു ആൻസർ ആണ് ഓപ്ഷൻ ബി 25.
അടുത്തൊരു ചോദ്യം നോക്കിയാലോ. 32 40 താഴെയായിട്ട് 9, 28 12 താഴെയായിട്ട് 5, 44 52 താഴെയായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ലോജിക്ക് നോക്കുക. ആദ്യം നമ്മൾ 32 + 40 ചെയ്യാം. 32 + 40 എത്രയാണ്? 72 ആണ്. 72നെ 8 കൊണ്ട് ഹരിക്കുക, ആൻസർ 9. അങ്ങനെയാണ് താഴെ ഇവിടെ എന്ത് ചെയ്യുന്നത്? 9 വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യമല്ല, രണ്ടാമത്തെ ആ ഒരു ഫിഗറിലോട്ട് പോവാം. 28 + 12 ചെയ്ത് നോക്കുക, 40 ആണ്. 40 ഡിവൈഡഡ് ബൈ 8 തന്നെ ചെയ്യാം, ആൻസർ 5 ആണ്. 5 അല്ലേ ഇവിടെ വരുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായി. എന്ത് ചെയ്യാം? മൂന്നാമത്തേതിലേക്ക് അപ്ലൈ ചെയ്യാം. 44 + 52 ചെയ്യാം, ദാറ്റ് മീൻസ് 96 ആണ്. 96 ഡിവൈഡഡ് ബൈ 8 = 12 ആണ്. ക്ലിയർ? സോ ഓപ്ഷൻ ബി 12 ആയിരിക്കും നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം? വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ടൈപ്പ് 2 ആണ് അല്ലെ? ടൈപ്പ് 2 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 3x3 മെട്രിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്തുണ്ടാവും? 9 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടേണ്ടതാണ്. അത്ര ഡിഫിക്കൽറ്റി ഒന്നും തന്നെ ഇല്ല. 4 × 7 28, 5 × 8 40. നിങ്ങൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 6 × 9 എത്ര വരും? 54 വരുന്നുണ്ടായിരിക്കും. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് 6 നമ്പേഴ്സ് ആണ് ടോട്ടൽ വരിക. 5 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആറാമത്തത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ 15 9 12. ഓക്കെ, 44 26 അടുത്തൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഐഡിയ നോക്കാം. 15ൽ നിന്ന് എങ്ങനെയാണ് 44ലോട്ട് എത്തിയത്? അതായത് അതിന്റെ താഴെയുള്ള 44ലോട്ട് എത്തിയത്. ഓക്കെ, അപ്പോ ജസ്റ്റ് നോക്കടാ. 15 × 3 എന്ന് പറഞ്ഞാൽ 45 ആണ്. ആ 45ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 44ലേക്ക് എത്തിയില്ലേ? ക്ലിയർ? ഇനി അതേപോലെ 9ന്റെ കേസിലും ഈ സെയിം ലോജിക്ക് വരുന്നുണ്ടോ? 9ൽ നിന്ന് എങ്ങനെയാണ് 26ലേക്ക് എത്തിയത്? ഇവിടെ 9 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 27 ആയി. 27ൽ നിന്ന് 1 കുറച്ചാൽ നമ്മൾ 26ലോട്ട് എത്തി. അങ്ങനെയാണെങ്കിൽ 12ലേക്കും സെയിം ലോജിക്ക് അപ്ലൈ ചെയ്യാം. 12 × 3 എന്ന് പറഞ്ഞാൽ 36 ആണ്. ആ 36ൽ നിന്ന് 1 കുറക്കുക, ദാറ്റ് മീൻസ് 35 നമുക്ക് ശരി ഉത്തരമായിട്ട് വരും. സെറ്റ് അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം. ഓക്കെ, ഇവിടെയും നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ആണ്. ഒരൊറ്റ ഫിഗർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇപ്പൊ ജസ്റ്റ് നോക്കാം. 2ന്റെ ഓപ്പോസിറ്റ് 5 ആണ് വരുന്നത്. ഓക്കെ, 4ന്റെ ഓപ്പോസിറ്റ് 9 ആണ് വരുന്നത്. 3ന്റെ ഓപ്പോസിറ്റ് 7 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. 2ന്റെ ഓപ്പോസിറ്റ് 5, നെക്സ്റ്റ് 3ന്റെ ഓപ്പോസിറ്റ് 7, നെക്സ്റ്റ് 4ന്റെ ഓപ്പോസിറ്റ് 9. ഇനി നമുക്ക് 5ന്റെ ഓപ്പോസിറ്റ് ആണ് കാണേണ്ടത് അല്ലേ? അതായത് ഈ ഒരു 5ന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് വന്നത് നോക്കാം. 2ന്റെ ഓപ്പോസിറ്റ് എങ്ങനെ 5 വന്നത്? 2 × 2 + 1 ആണ്. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 + 1 നമുക്ക് 5 വന്നു. അതുപോലെ തന്നെ 3 × 2, 3 × 2 6 ആണ്. 6ലേക്ക് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 7 വരുന്നത്. അതുപോലെ തന്നെ 4 × 2 അതിലേക്ക് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് 9 വരുന്നത്. ഇനി 5 × 2, 5 × 2 10 ആണ്. 10ലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 വരും. ഓക്കെ, സോ 11 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 11. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും നമുക്ക് ഈസി ആയിട്ട് ഒരു ബേസിക് ഒബ്സർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കാം. 8 4 5 ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വന്നു? നമുക്ക് 37 വന്നു. ഇവിടെ നമുക്ക് തന്നിട്ടില്ല, അത് നിൽക്കട്ടെ. പിന്നെ 5ഉം 8ഉം 7ഉം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു? 47ലോട്ട് എത്തി. സോ എങ്ങനെയാണ് ഇതിന്റെ ലോജിക്ക് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, 8 × 4 32 ആണ്. ആ 32ലേക്ക് ഈ താഴെയുള്ള 5ഉം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 37 വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 5 × 8 എന്ന് പറയുന്നത് 40 ആണ്. ആ 40ലോട്ട് ഈ താഴെയുള്ള 7 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ 47 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോജിക്ക് മനസ്സിലായി. 6 × 7 എന്ന് പറയുന്നത് 42 ആണ്. ആ 42ലേക്ക് 8 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 50 വരും. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ADHFIM അടുത്തൊരു ലെറ്റർ ഏതാന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിനെന്തിലേക്ക് മാറ്റാണ്? നമ്പേഴ്സിലോട്ട് മാറ്റാണ്. എ എന്ന് പറയുന്ന ഒന്നാമത്തെ ലെറ്റർ ആണ്.
ഡി 4ാമത്തെ ലെറ്റർ ആണ്, എച്ച് 8ാമത്തെ ലെറ്റർ ആണ്, എഫ് 6ാമത്തെ ലെറ്റർ ആണ്, ഐ 9ാമത്തെ ലെറ്റർ ആണ്, എം 13ാമത്തെ ലെറ്റർ ആണ്, കെ 11ാമത്തെ ലെറ്റർ ആണ്, എൻ 14ാമത്തെ ലെറ്റർ ആണ്. അടുത്തതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ജസ്റ്റ് നോക്കാം. ഇവിടെ 1ൽ നിന്ന് 6ലോട്ട് എത്രയാണ്? +5 വന്നു. ഈ 6ൽ നിന്ന് 11ലോട്ട് വീണ്ടും +5 വന്നു. ഇനി 4ൽ നിന്ന് 5ലോട്ട് +5 വന്നു. 9ൽ നിന്ന് 14ലോട്ട് എന്ത് ചെയ്തു? വീണ്ടും 5 വന്നു. 5 ആഡ് ചെയ്തു. ഇനി 8ൽ നിന്ന് 13ലോട്ട് 5 ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 13ൽ നിന്ന് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 കിട്ടും. 18 കിട്ടും. ഏതാണ് 18th ലെറ്റർ എന്നുള്ളത് നോക്കാം. 18th ലെറ്റർ ഏതാ? 6 ആണ്. ഓക്കെ, ക്ലിയർ? സോ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ്. 60, 10, 12, അതുപോലെ തന്നെ 99, 18, 11, 72, അടുത്തൊരു നമ്പർ ഇല്ല 9. എന്തായിരിക്കും ഈ ഒരു പൊസിഷനിലുള്ള ആൻസർ വരിക? നിങ്ങൾ കണ്ടെത്തുക. ആൻസർ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്തായാലും കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.